എനിക്കൊരു ബേജാറുമില്ല. അപ്പോൾ അതിലൊക്കെ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരാൾ ബുദ്ധനാണ്. അദ്ദേഹം പറയും, എനിക്ക് ദൈവത്തിൻ്റെ നിഗൂഢതയെപ്പറ്റി അല്ല ആദി, മനുഷ്യൻ്റെ ദുരിതങ്ങളെ പറ്റിയാണ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസറി ഓഫ് ഗോഡ്, മിസ്റ്ററി ഓഫ് ഗോഡ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, ഐ എം വറീഡ് അബൌട്ട് ദി മിസറി ഓഫ് മാൻ എന്നാണ്. ഇവിടെ അത് തന്നെ ആലോചിക്കാൻ നേരില്ല. ഇവിടെ എന്തൊക്കെ അനീതി നടക്കുന്നു, എന്തൊക്കെ അക്രമം നടക്കുന്നു. ആര് ഭരിക്കുമ്പോഴും, BJP ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും CPM ഭരിക്കുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള അനീതികളും അന്യായങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. മതക്കാരുടെ വക വേറെ, ജാതിക്കാരുടെ വക വേറെ, സംഘടനക്കാരുടെ വക വേറെ. ഇപ്പോൾ ഒരു ബസ്സിൽ, ഒരു ട്രെയിനിൽ, നമ്മൾ ആശുപത്രിയിൽ നമ്മൾ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദരിദ്രന്മാരോട്, പാവപ്പെട്ട ആളുകളോട്, അഹങ്കാരികൾ, പിന്നെ പണത്തെ പൂജിക്കുന്നവർ, പിന്നെ രാഷ്ട്രീയമായ അധികാരം. ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ CPMകാരുടെ ഒരാൾ പെരുമാറും പറയാം CPM കാരനാണോ അല്ലേ, കാരണം അയാളെ നേതാവാണ് മുഖ്യമന്ത്രി. അപ്പോൾ അയാളുടെ മുഖഭാവത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും, ഞാൻ ഉദാഹരണം പറയാം, കോൺഗ്രസ്സുകാരും ഇങ്ങനെയൊക്കെ തന്നെ ഖദറൊക്കെ ഇട്ട് അങ്ങനെ അല്ലേ. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ തമാശ ഒന്നും, കാരണം ഇതൊക്കെ എത്ര ദിവസത്തെ കാണുന്നേ, ഇതൊക്കെ ഒരു 2 ദിവസത്തെ ഒരു അത്ഭുതം, അതൊക്കെ 2 days വണ്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അത്രയേ ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയൊന്നും തീരെ വറീഡല്ല, എനിക്കൊരു ബേജാറുമില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടി പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗമാണത്. അതായത് അതിന് നിസ്കാരം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ പേരുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, എനിക്കിതൊന്നുമില്ല, ഇപ്പം തീരെയില്ല. പണ്ടിപ്പോൾ ഞാൻ പെരുന്നാളിന് പള്ളിയിൽ പോയിരുന്നു വെച്ചാൽ എല്ലാ കുടുംബക്കാരെ കൂടിയിട്ട് ഉമ്മയുടെ ബാപ്പയുടെ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഖബറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതും പോകാറില്ല, മനസ്സിലായോ? അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാത്ത ഒരാളും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളും ഏത് മതത്തെപ്പറ്റിയും എന്നെ കൊണ്ടാകും പോലെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളും എന്നാണ് ഞാൻ എന്നെപ്പറ്റി പറയുക.